നമസ്കാരം എല്ലാവർക്കും. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്? ഇന്നലെ ഇതിന് ലൈവിൽ ഓവർവെൽമിങ് റെസ്പോൺസ് ആയിരുന്നു കേട്ടോ. ഇത്രയും പേര് കണക്റ്റ് ആവുമെന്ന് ഞാൻ സ്വപ്നത്തിലും വിചാരിച്ചില്ല. എനിക്ക് തോന്നുന്നു ബാച്ചായിട്ട് വരുന്നുണ്ടായിരുന്നു. ലൈക്ക് ഒരു സെറ്റ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോഴേക്കും നോക്കുമ്പോഴേക്കും താഴെ ഫുള്ള് ക്വസ്റ്റ്യൻസ് ഇടയിൽ എത്ര പേരെ വിട്ടുപോയിട്ടുണ്ടെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. ലൈക്ക് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ലൈക്ക് അതും ക്വസ്റ്റ്യൻ ചോദിക്കുക ആൻസർ ചെയ്യുക അങ്ങനെയല്ലല്ലോ. ഞാൻ കാർഡ് ഷഫിൾ ചെയ്ത് നോക്കി പറയുക തന്നെ വേണ്ടേ. അപ്പോൾ അതെന്താ പറയുക, ഞാൻ നിങ്ങളുടെ എനർജി ആയിട്ട് ആ സമയത്ത് കണക്ട് ചെയ്യല്ലേ. അപ്പോൾ ഈ ഇത്രയും പേരുടെ എനർജി ആയിട്ട് ഞാൻ കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ചാൽ എൻ്റെ എനർജി അങ്ങ് ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കുക. 2.25 മണിക്കൂറോളം ഞാൻ ശ്രമിച്ചു പരമാവധി നോക്കാൻ. പക്ഷെ ഒരു സമയം കഴിഞ്ഞപ്പോൾ ഞാൻ ഇനി ഒരു ക്വസ്റ്റിനും കൂടെ ആൻസർ ചെയ്താൽ ഞാൻ വീഴും എന്നുള്ളൊരു സ്ഥിതിയായി. കാരണം അത്രയ്ക്ക് എൻ്റെ എനർജി ബാറ്ററി അങ്ങ് സീറോയിലേക്ക് പോയ ഒരു സ്ഥിതിയായി ശരിക്കും പറഞ്ഞാൽ. ലാസ്റ്റിലൊക്കെ ഞാൻ ആർക്കെങ്കിലും റൂഡായിട്ട് റെസ്പോണ്ട് ചെയ്തോന്ന് തന്നെ സത്യത്തിൽ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. എനിക്കത് രണ്ടാമത് കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തു നോക്കിയുമില്ല. അങ്ങനെ ആരുടെ അടുത്തെങ്കിലും ഞാൻ റൂഡായിട്ട് സംസാരിച്ചെങ്കിൽ സോറി. കാരണം അത്രയ്ക്ക് എനിക്ക് വയ്യാതായിപ്പോയി ലാസ്റ്റിലായപ്പം. ഇത്രയും കണക്ടിവിറ്റി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ആക്ച്വലി നിങ്ങളോട് വലിയ വലിയ താങ്ക്സ് ഞാൻ പറയണം. എന്നെ വിശ്വസിച്ചതിന്, എൻ്റെ ഒരു ജഡ്ജ്മെൻറ്റിനെ വിശ്വസിക്കുന്നതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇത്രയും വിശ്വാസത്തോടെ ഞാനുമായിട്ട് കണക്ട് ചെയ്തത്. അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കേട്ടോ. ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ലൈവിൽ തീർച്ചയായിട്ടും ശ്രമിക്കാം. അതുമല്ല, ഞാൻ വിചാരിക്കുകയാണ് മെമ്പേഴ്സ് ഓൺലി ലൈവ് ചെയ്യാമെന്ന്. എനിക്കതിപ്പോൾ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ മെമ്പേഴ്സ് ഓൺലി ലൈവ് മെമ്പർഷിപ്പ് എടുക്കേണ്ടവർ ചെയ്യേണ്ടത് ജോയിൻ എന്നൊരു ബട്ടൺ കാണും. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്ത് ജോയിൻ എന്ന് പറഞ്ഞിട്ട് കാണും. അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മിനിമൽ ഐ തിങ്ക് 199 എന്തോ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാം. ഓക്കെ, മെമ്പർഷിപ്പ് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ പറഞ്ഞാൽ 250-300 പേര് കാണില്ല. എന്തൊക്കെ പറഞ്ഞാലും അൺലിമിറ്റഡ് നമ്പേഴ്സ് അല്ലേ മെമ്പേഴ്സ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു മെമ്പേഴ്സ് ഓൺലി ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ആ അത്രയും പേർക്ക് ഉള്ള ആൻസേഴ്സ് എനിക്ക് തരാൻ പറ്റും. ഞാനിങ്ങനെ ഡ്രെയിനായി പോകത്തുമില്ല. ഓക്കെ, അപ്പം ഒരു മെമ്പേഴ്സ് ഓൺലി ലൈവാണ് ഞാൻ അടുത്തത് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് ഞാൻ 1-2 ദിവസത്തിൽ ചെയ്യും. ഞാൻ പറയാമേ, കാരണം വീട്ടിൽ ഇൻലോസ് ഉണ്ട്. സോ അവരുടെയൊക്കെ ഒരു സൗകര്യം എല്ലാം നോക്കിയിട്ട് വേണം 1-2 ചെക്കപ്സിനൊക്കെ പോകാനൊക്കെ ഉണ്ട്. അപ്പോൾ അതുമൊക്കെ ഒന്ന് ഷെഡ്യൂൾ ചെയ്തിട്ട് വേണം ബാക്കി എനിക്ക് പറയാം. ഞാൻ തീർച്ചയായിട്ടും നേരത്തെ പറയാം. ഓക്കെ, അപ്പോൾ മെമ്പർഷിപ്പ് വേണ്ടവരത് എടുത്തോളൂ. ഓക്കെ, കുറച്ചുകൂടെ എളുപ്പമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതുപോലൊരു ഓവർവെൽമിങ് ആണെങ്കിൽ ഞാനൊരു സമയം വെച്ചിട്ട് കട്ട് ഓഫ് ചെയ്തിട്ട് ചെയ്യേണ്ടി വരും. 2 പ്രാവശ്യമായിട്ട് ഒരു ദിവസത്തിൽ അല്ലെങ്കിൽ 2 ദിവസമായിട്ട് അങ്ങനെ ചെയ്യേണ്ടി വരും. ഓക്കെ, അതുപോലെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തത് ആർക്കെങ്കിലും കേട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് ഫോർവേഡ് ചെയ്ത് കണ്ടാൽ നിങ്ങളുടെ പോയിൻ്റ്, നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഒന്ന് ഫോർവേഡ് ചെയ്ത് കണ്ടാൽ നിങ്ങൾക്ക് അത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാൻ പറ്റും കേട്ടോ. പിന്നെ വേറെന്താണ്? അപ്പോൾ നോക്കൂ, മെമ്പേഴ്സ് ഓൺലി വേണ്ടവർ, പേയ്മെൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലാത്തവർ അതൊന്ന് ചെയ്തോളൂ. അതിൽ ഓവറായിട്ട് കണക്റ്റായ അതും ബുദ്ധിമുട്ടാണ്. എനിക്ക് കൺഫ്യൂഷനാണ് ഇപ്പോൾ എന്താ വേണ്ടതെന്നുള്ളത്. ബട്ട് ഐ ആം പ്ലാനിങ് ഫോർ എ മെമ്പേഴ്സ് ഓൺലി ലൈഫ് അടുത്തത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ താല്പര്യപ്രകാരം എന്താണെന്ന് വെച്ചാൽ ആരെയും നിർബന്ധിക്കുകയല്ല കേട്ടോ. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ ഇത്രയും സംസാരിച്ച് ഞാനൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആക്ച്വലി രാവിലെ മെഡിറ്റേറ്റൊക്കെ ചെയ്ത് ഞാനിന്ന് ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് നോക്കാം. ഇത് നമ്മൾ ചാനൽ തുടങ്ങിയ സമയത്ത് ഈ റീഡിങ് ഒരിക്കൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ വ്യൂവേഴ്സ് അഡീഷണൽ ആയിട്ടുണ്ടല്ലോ, അവർക്കും കൂടി വേണ്ടിയിട്ട് ചെയ്യാം. യൂണിവേഴ്സ് എന്തിനു വേണ്ടിയാണ് നിങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യിച്ചത്? വൈ ഡിഡ് യൂണിവേഴ്സ് ലെറ്റ് യു ടു മീറ്റ് ഈച്ച് അതർ? കാരണം ചിലർക്കെങ്കിലും സെപ്പറേഷനൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പം നമുക്ക് തോന്നില്ലേ എന്തിനായിരുന്നു, ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലായിരുന്നെങ്കിൽ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ദൈവം നമ്മളെ കൂട്ടിച്ചേർത്താന്നൊക്കെ നമുക്ക് തോന്നാറില്ലേ? അതിൻ്റെ ഒരു ആൻസർ നമുക്കിന്ന് ചോദിക്കാം. ഓക്കെ, ഓർക്കുക ഇതൊരു ജനറൽ ടൈംലെസ് കളക്റ്റീവ് റീഡിംഗ് ആണ്. എത്രത്തോളം റെസനേറ്റ് ആവുന്നു അത്രത്തോളം മാത്രം എടുക്കുക. ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ആവാൻ ശ്രമിക്കരുത് കേട്ടോ. അതേപോലെ നിങ്ങളുടെ പേഴ്സൻ്റെ പേര് 3 പ്രാവശ്യം അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രാവശ്യം ഞാൻ ഷഫിൾ ചെയ്യുന്ന സമയത്ത് ഒന്ന് മനസ്സിൽ കൊണ്ടുവരിക. ഓക്കെ, തുടങ്ങാം നമുക്ക്. ഡിവൈൻ, ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്
എൻ്റെ വ്യൂവേഴ്സിന് അറിയാൻ ആഗ്രഹമുണ്ട്, അവരെ തമ്മിൽ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാനോ ഒക്കെ ആയിട്ടാണ് ഡിവൈൻ അവരുടെ പാർട്ട്ണറെ മീറ്റ് ചെയ്യിച്ചതെങ്കിൽ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ആ മീറ്റിംഗ് എന്നാണ് എൻ്റെ വ്യൂവേഴ്സിന് അറിയേണ്ടത്. പ്ലീസ് ഗൈഡ് ചെയ്യൂ. ഡിവൈൻ, പ്ലീസ് ഗൈഡ്. Why did you let my viewers meet their person if they were not supposed to be together? What was the purpose of you letting them meet each other? അവരിപ്പോൾ ഒന്നിച്ചാണെങ്കിൽ തന്നെ അവരുടെ ലൈഫിൻ്റെ പേർപ്പസ് ആണ്. ടുഗദറായിട്ട് ഒന്നിച്ചൊരു കപ്പിളായിട്ട് ഇരിക്കുകയാണെങ്കിൽ തന്നെ അവരുടെ ലൈഫിൻ്റെ പേർപ്പസ് എന്താണ്? എന്തിനാണ് അവർ മീറ്റ് ചെയ്തത്? ഇവരുടെ റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാറ്റസ് എന്ത് തന്നെ ആയാലും, അവർ ന്യൂ ലവ് ആവട്ടെ, എക്സിസ്റ്റിംഗ് ലവ് ആവട്ടെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആവട്ടെ, കപ്പിൾസ് ആവട്ടെ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആവട്ടെ, ഏത് രീതിയിലുള്ള റിലേഷൻഷിപ്പ് ആയാലും ഇവരെ തമ്മിൽ എന്തിനാണ് യൂണിവേഴ്സ് മീറ്റ് ചെയ്യിച്ചത് എന്നൊന്ന് കാണിച്ചു തരും. എടുക്കാണേ. പേജ് ഓഫ് വാൻഡ്സ്, 7 ഓഫ് കപ്സ്, ലവേഴ്സ്. ഈ കാർഡ് ഉറപ്പായിട്ടും വരുമെന്ന് എനിക്കറിയാമായിരുന്നു. ലവേഴ്സ്, ദ ഫൂൾ, ഓക്കെ, ഡെവിൾ, Queen of Pentacles, 4 of Cups, 10 of Wands, bottom of the deck Strength. ഇവിടെ ആദ്യമേ ഞാൻ എല്ലാ കാർഡ്സും ക്ലാരിഫൈ ചെയ്യും, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുള്ളൂ കേട്ടോ. Clarify. Page of Wands. Why is Page of Wands here? Divine, please tell me why is Page of Wands here. Please explain the card to me. Okay. 3 of Swords and 6 of Wands. 5 of Wands. 3 കാർഡ് വെച്ചെടുക്കാം. കാർഡെല്ലാം എടുത്തിട്ട് ലാസ്റ്റിൽ എക്സ്പ്ലെയിൻ ചെയ്യാം ഒരുമിച്ച് കേട്ടോ. Clarify 7 of Cups. Clarify 7 of Cups. നിങ്ങളുടെ പേഴ്സണൽ മനസ്സിൽ വിചാരിക്കൂ കേട്ടോ. 7 of Wands, High Priestess, Ace of Wands. Clarify the Lovers. Clarify the Lovers. ചിലർക്കെങ്കിലും ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് കേട്ടോ. ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ തീർച്ചയായിട്ടും ഉണ്ട്. ഒരു സോൾമേറ്റ്, ട്വിൻ ഫ്ലെയിം കണക്ഷനിൽ കൂടെയൊക്കെ നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം. ക്ലാരിഫൈ ലവേഴ്സ്. King of Pentacles, 6 of Cups, 9 of Swords. Clarify the Fool. Please clarify the Fool. Knight of Wands, 4 of Swords and Hanged Man. ചിലർക്കെങ്കിലും കാർമിക് കണക്ഷനും അവിടെ കാണുന്നുണ്ട്. ക്ലാരിഫൈ ദ ഡെവിൾ. Clarify the Devil. Nine of Pentacles, Empress, 2 of Swords. Clarify Queen of Pentacles. Clarify Queen of Pentacles. Death, 5 of Swords, 8 of Pentacles. Clarify 4 of Cups. അഡീഷണൽ കാർഡ്സ് വേണമെങ്കിൽ ഞാൻ വീണ്ടും എടുക്കും കേട്ടോ. ക്ലാരിഫൈ 4 of Cups. എനിക്ക് കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ഞാൻ അഡീഷണൽ കാർഡ്സ് എടുക്കും. 4 of Cups, Page of Swords,
Page of Pentacles and Five of Pentacles. Clarify. Ten of Wands. Please clarify Ten of Wands. Why is Ten of Wands here, Divine? Ace of Cups, Strength, and Four of Cups. Last card, Strength. Clarify Strength, please. Page of Cups, sorry. Page of Cups, Eight of Swords, and Page of Wands. ഇതിനകത്ത് മൊത്തം കാണുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ സപ്പോർട്ട് സിസ്റ്റമാണ്. ഇത് ഏത് സിറ്റുവേഷനിൽ കൂടെ ഇവർ പോയിട്ടുണ്ടെങ്കിലും തിരിച്ചുമാവാം. ഓക്കെ, നിങ്ങൾ പരസ്പരം സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് അവിടെ കാണുന്നത് കേട്ടോ. പരസ്പരം സപ്പോർട്ട് ചെയ്യാനായിട്ട് തന്നെയാണ് നിങ്ങൾ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ കണക്ഷൻസ് അവിടെ വന്നിരിക്കുന്നത്. ഇത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയാലും അങ്ങനെ തന്നെയാണ്. ഓക്കെ, സപ്പോർട്ട് എന്നുള്ള മെസ്സേജാണ് കൂടുതലായിട്ടും എനിക്കിവിടെ കിട്ടുന്നത്. ഫസ്റ്റ് സെറ്റ് ഓഫ് കാർഡ്സ് അത് വന്നിട്ട് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒരു മേജർ ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിൽ ഇരിക്കുകയായിരുന്നു. ഓക്കെ, അതൊരു സെപ്പറേഷൻ ആവാം, ഒരു എക്സ് അവിടെ ഉണ്ട്, മനസ്സിലായോ? ലൈക്ക് സ്പൗസിൽ നിന്ന് സെപ്പറേറ്റഡ് ആയിരിക്കാം, ഡിവോഴ്സ് എന്ന് തന്നെ, അല്ലെങ്കിൽ ഒരു ലവ് ഫെയിലിയർ, അങ്ങനെയൊക്കെ ആയിട്ട് ഇവർ ടോട്ടൽ കൺഫ്യൂഷനിൽ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് നിങ്ങളാണ് ഒരു സപ്പോർട്ട് സിസ്റ്റമായിട്ട് ഇവർക്ക് നിന്നത്. നിങ്ങൾ ഇവരുടെ അടുത്ത് കോൺസ്റ്റൻ്റ് ആയിട്ട് സംസാരിച്ച് കാണണം. നിങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നിരിക്കണം കേട്ടോ. അവിടെ നിങ്ങൾ ഒരുപാട് ഇവരെ സപ്പോർട്ട് ചെയ്ത് ഇവരെ അതിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് ഇന്ന് കാണുന്ന അവർ ഇപ്പോൾ വിക്ടോറിയസ് ഒരു വിജയത്തിലെത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നിങ്ങളാണ്. ഇത് തിരിച്ചുമാവാം. നിങ്ങൾ തകർന്നിരുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സൺ വന്ന് സപ്പോർട്ട് ചെയ്ത് നിങ്ങളെ ഇതിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്നതും ആവാം. ഓക്കെ, വൈസ് വേഴ്സ. ഈ പറയുന്നതെല്ലാം വൈസ് വേഴ്സയും കൂടെ നിങ്ങൾ എടുത്തോണം. ഓക്കെ, ഞാൻ ഇത് റിപ്പീറ്റ് ചെയ്ത് പറയണ്ടല്ലോ. അപ്പോൾ അതാണ് നിങ്ങൾ അവരെ ആ ഹാർട്ട് ബ്രേക്കിൽ നിന്ന്, ആ ഡിപ്രഷനിൽ നിന്നൊക്കെ പുറത്ത് കൊണ്ടുവന്നത് നിങ്ങളുടെ ഇടപെടൽ മൂലമാണ്. നിങ്ങൾ അത്രയ്ക്ക് അവരുടെ അടുത്ത് കൗൺസിലിംഗ് പോലെ നിങ്ങൾ സംസാരിച്ച് അവിടെ അത് ശരിയാക്കി നേരെ കൊണ്ടുവന്നത് നിങ്ങളാണ് കേട്ടോ. അങ്ങനെ ഒരു സിറ്റുവേഷനാണ് അവിടെ കാണുന്നത്. സെക്കൻഡ് കേസിൽ ഇവരുടെ ലൈഫിൽ തലയ്ക്ക് മേലെ റെസ്പോൺസിബിലിറ്റീസിൻ്റെ എന്താ പറയുക, മല പോലെ റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് ഇരിക്കുകയാണ്. എസ്പെഷ്യലി അവരുടെ അമ്മയുടെ അടുത്തുനിന്ന് ഭയങ്കരമായിട്ടുള്ള റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ അമ്മ അല്ലെങ്കിൽ ഒരു മദർ ഫിഗർ, ചേച്ചി, അങ്ങനത്തെ ഒരു, അല്ലെങ്കിൽ വൈഫ്. ഓക്കെ, അവിടെ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ്, അവർക്ക് ഒരുപാട് കൺട്രോൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അവർക്ക് ഉണ്ടായിരുന്നു. അതുപോലെ ഇവർ ഓവറായിട്ട് റെസ്പോൺസിബിലിറ്റീസ് നിങ്ങളുടെ പേഴ്സൻ്റെ തലയിലേക്ക് വെച്ച് കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഇത് ഇവരുടെ സ്പൗസും ആയിരിക്കാം കേട്ടോ. എടുത്ത് തലയിൽ വെച്ച് കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ. തിരിച്ചൊക്കെ അമ്മ എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിൽ വരും. അമ്മ അല്ലെങ്കിൽ നിങ്ങളുടെ മദർ ഇൻ ലോ. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. അവിടെ വീട്ടിലത്തെ സകല റെസ്പോൺസിബിലിറ്റീസും ഇവരുടെ തലയിലേക്ക് വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ വീട്ടിൽ എന്താവശ്യം വന്നാലും ഉടനെ അവരോട് ചോദിക്കൂ എന്നുള്ളൊരു സിറ്റുവേഷൻ, ഫൈനാൻഷ്യലി എസ്പെഷ്യലി കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിങ്ങളുമായിട്ട് ഒരു കണക്ഷൻ വരുന്നത്. അത് വരുന്ന സമയത്ത് ഇവർ തന്നെ അവരെ കൊണ്ട് നിങ്ങളെ ബ്ലോക്കാക്കുകയും ചെയ്തു. ഓക്കെ, നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ മുന്നോട്ട് പോകാൻ ഇവർക്ക് ഇഷ്ടമില്ല നിങ്ങൾ അവരുടെ ലൈഫിൽ വരുന്ന. എന്നിട്ടും നിങ്ങൾ പുറത്ത് നിന്നിട്ട് ഇപ്പോൾ സെപ്പറേറ്റഡ് ആയിരിക്കും. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ബ്ലോക്ക് മാറ്റിയിട്ടൊക്കെ ആയിരിക്കും, ഇവരറിയാതെ ബ്ലോക്ക് മാറ്റിയിട്ടൊക്കെ ആയിരിക്കും നിങ്ങളോട് സംസാരിക്കുന്നൊക്കെ ഉണ്ടാവുക. ഇത് നിങ്ങളുടെ ഹസ്ബൻഡാണെങ്കിൽ പോലും, ഹസ്ബൻഡോ വൈഫോ ആണെങ്കിൽ പോലും അങ്ങനെയാണ് കാണുന്നത്. ഇവരുടെ ഫാമിലിയെ പേടിച്ചിട്ട്, ഫാമിലിയിൽ ഒരു സ്പെസിഫിക്കലി ഒരാളാണ്. ഓക്കെ, ഫാമിലി മൊത്തം ഒന്നും പറയാനില്ല, ഫാമിലിയിൽ ഒരാൾ. ഈ ആൾ കുറച്ച് പുറമേക്ക് ഭയങ്കര സ്പിരിച്വൽ ആളാണെന്നൊക്കെ കാണിക്കുന്നുണ്ടാവും. ഓക്കെ, ഭാവിക്കുന്നുണ്ടാവും. ഭയങ്കര അമ്പലത്തിൽ പോവുക, പള്ളിയിൽ പോവുക, പ്രാർത്ഥന, അങ്ങനെയൊക്കെ പ്രിറ്റൻഡ് ചെയ്യുന്നുണ്ടാവും. ശരിക്കും അങ്ങനെയല്ല, ഒരു ഉള്ളിൽ നെഗറ്റിവിറ്റി സൂക്ഷിക്കുന്ന ഒരാളാണ്. ഓക്കെ, ഭയങ്കര ഷ്രൂഡായിട്ട് ഇവരെ
കൺട്രോൾ ചെയ്ത് പേടിപ്പിച്ച് നിർത്തുന്ന ഒരാളാണ്. ഓക്കെ, അവിടെ ഇവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യണമെങ്കിൽ ഇവർക്ക് അവരറിയാതെ വേണം കോണ്ടാക്റ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ പൊതുവേ ഇവർ ബ്ലോക്ക് ചെയ്തിട്ടിട്ട് ഇവരറിയാത്തപ്പോഴായിരിക്കും ബ്ലോക്ക് മാറ്റിയിട്ട് നിങ്ങളെ വിളിക്കുന്നൊക്കെ ഉണ്ടാവുക. പക്ഷേ നിങ്ങൾ ഇപ്പോഴും അവരെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ, നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ അവർ വീണു പോകും. കാരണം അവിടെ അത്രയ്ക്ക് സ്ട്രെയിനാണ്, ഫൈനാൻഷ്യലായിട്ടും ഇമോഷണലായിട്ടും സ്ട്രെയിൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ആൾ അവിടെ ആ സിറ്റുവേഷനിൽ. പക്ഷെ നിങ്ങളോട് സംസാരിക്കുന്നതും നിങ്ങളുടെ സപ്പോർട്ടുമാണ് ഇവർക്ക് രക്ഷയായിട്ട് നിൽക്കുന്നത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ അവരാകെ തകർന്നു പോകുന്ന അവസ്ഥയാണ്. ഇത് തിരിച്ചുമാവാം. അടുത്ത ഗ്രൂപ്പുകാരുടെ ഒരു ബ്യൂട്ടിഫുൾ എനർജിയാണ്. അതായത് നിങ്ങൾ തമ്മിലൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട്. ഇതിൽ കൂടുതലും ജെമിനി രാശിക്കാർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞില്ലേ ഒരു കൺട്രോൾ സിറ്റുവേഷൻ, അതിൽ കൂടുതൽ മീനരാശിക്കാരും ആവാൻ സാധ്യതയുണ്ട് കേട്ടോ. മേജർ അർക്കാന വരുന്നത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ജെമിനി രാശിക്കാരുടെ കൂടുതൽ കണക്റ്റ് ആയിരിക്കുന്ന എല്ലാ രാശിക്കാരും ഉണ്ട്. അതിൽ കൂടുതലായിട്ട് ജെമിനി കാണുന്നു. അവിടെ എന്താണ് സിറ്റുവേഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ ഒരു ബ്യൂട്ടിഫുൾ പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് കേട്ടോ. ഈ ജന്മത്തിലുള്ള ബന്ധമല്ല, നിങ്ങളുടെ കഴിഞ്ഞ ജന്മങ്ങളിൽ ഉള്ള ബന്ധമാണ്. നിങ്ങൾ അവരുടെ സോൾമേറ്റ് ആണ്, ട്വിൻ ഫ്ലെയിം ആണ് എന്നൊക്കെ ഇവർക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്, ആയിരിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. സോൾമേറ്റ് ട്വിൻ ഫ്ലെയിമിനെ പറ്റിയിട്ടൊക്കെ ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം, അതെന്താണ് വ്യത്യാസം എന്നുള്ളതൊക്കെ. ഓക്കെ, ബ്യൂട്ടിഫുൾ പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്, അതൊരു കാർമിക്കായിട്ട് അവിടെ കാണുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ജന്മത്തിലും ആ റെസ്പോൺസിബിലിറ്റി, നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിലും പാർട്ട്നേഴ്സ് ആയിരുന്നു, അത് ഈ ജന്മത്തിലും കണ്ടിന്യൂ ചെയ്യുകയാണ്. നിങ്ങൾ തമ്മിൽ ലോങ് ടേം റിലേഷൻഷിപ്പാണ്, ഇന്നും ഇന്നലെയും കണ്ടവരൊന്നും അല്ല. നിങ്ങൾ മാനസികമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് നാളായിട്ട് അടുപ്പമുണ്ട്. നിങ്ങൾ പരസ്പരം ഈക്വലി റെസ്പോൺസിബിളായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അതായത് രണ്ടുപേരും പരസ്പരം ഇങ്ങനെ സംരക്ഷിക്കണം എന്നുള്ളൊരു ഫീലിംഗ് നിങ്ങൾക്ക് രണ്ടു പേർക്കും തന്നെ ഉണ്ട്. ഓക്കെ, അവർ വിചാരിക്കേണ്ടത് നിങ്ങളെ ഫൈനാൻഷ്യലി ആയാലും ഇമോഷണലി ആയാലും നിങ്ങളെ തമ്മിൽ പ്രൊട്ടക്റ്റ് ചെയ്യണം. നിങ്ങൾക്കൊരു സ്ട്രെസ്സ് വന്നാലോ അവർക്കൊരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ വന്നാലോ ആദ്യം ഇവർ ഓർക്കുന്നത് നിങ്ങളെയാണ്. മനസ്സിലായോ? അതായത് നിങ്ങൾക്ക് സ്ട്രെസ്സ് വരുമ്പോൾ നിങ്ങൾ ഓർക്കുന്നത് അവരെയും, അവർക്കൊരു സ്ട്രെസ്സ് വരുമ്പോൾ അവർ ആദ്യം ഓർക്കുന്നത് നിങ്ങളെയുമായിരിക്കും. നിങ്ങൾ തമ്മിലാണ് ആദ്യം ഇൻട്രാക്ട് ചെയ്ത് അവർ നിങ്ങളുടെ അടുത്ത് അത്രയും കംഫർട്ടബിൾ ആവുന്ന അത്രയും വേറെ ആരുടെ അടുത്തും ആവാറില്ല. നിങ്ങൾ മാരീഡ് ആയിരിക്കാം, അല്ലായിരിക്കാം, പക്ഷേ നിങ്ങൾ തമ്മിൽ വളരെ സ്ട്രോങ് ആയിട്ടൊരു സോൾ കണക്ഷൻ കാണുന്നുണ്ട് കേട്ടോ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ എനർജി. ഓക്കെ, ഈ ബന്ധം ലൈഫ് ലോങ് നിലനിൽക്കും. ഈ ജന്മത്തിലും അല്ല അടുത്ത ജന്മത്തിലേക്കും ഇത് എക്സ്റ്റെൻഡ് ചെയ്യും. കാരണം അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു കണക്ഷനാണ് അവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അത് നിങ്ങൾ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയതുകൊണ്ട് തന്നെയാണ് ദൈവം നിങ്ങളെ കൂട്ടിമുട്ടിച്ചത്. ഓക്കെ, അടുത്ത ആൾക്കാർ, അതായത് ഇവർ നിങ്ങളുടെ പേഴ്സൺ ഓക്കെ ഒരു ജീവിതത്തിൽ ഒരു ദിശാബോധമൊന്നും ഇല്ലാതെ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ അലഞ്ഞ് നടക്കരുന്നു എന്ന് തന്നെ വെച്ചോളൂ. എന്ന് വെച്ചാൽ അവർക്ക് അവരുടെ ലൈഫ് വെച്ച് എന്ത് ചെയ്യണമെന്നൊന്നും അവർക്ക് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഇങ്ങനെ പോകുന്നു, ജോലിക്ക് പോകുന്നു, വരുന്നു, എന്താണ് മുന്നോട്ട് എങ്ങനെയാണ് എന്നൊന്നും അവർ യാതൊരു ഐഡിയയും അവർക്ക് ഉണ്ടായിരുന്നില്ല. പോയ വഴി അങ്ങ് പോവും എന്നുള്ളൊരു രീതിയായിരുന്നു. ഓക്കെ, ഇതിനകത്ത് കൂടുതൽ കണക്റ്റ് ആയിരിക്കുന്ന മേടരാശിക്കാരും അതേപോലെ ഏരീസ്. ഓക്കെ, ഏരീസ് രാശിക്കാരും പിന്നെ പൈസസ് മീനരാശിക്കാരും കുറച്ച് കൂടുതലായിട്ട് ഇതിൽ കണക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നടന്ന് ഇവർ പല സ്ഥലത്തും ലൈഫിൽ സ്റ്റക്കായി പോകുന്ന സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. കാരണം കെയർ ഫ്രീ ആയിട്ട് ജീവിക്കുകയാണ്. ഓക്കെ, സേവിങ്സിനെ പറ്റിയിട്ടൊന്നും യാതൊരു ഐഡിയ ഇല്ല, യാതൊന്നിനെ പറ്റിയും ബോധേഡല്ല എന്നുള്ള രീതിയിൽ അങ്ങനെ നടന്ന് അവസാനം ഒരു സ്ഥലത്ത് സ്റ്റക്കായി നിന്ന് ടോട്ടലായിട്ട് എങ്ങനെ ചെയ്യണം, എങ്ങോട്ട് പോകണം, ആരുടെ അടുത്ത് പോകണം എന്നൊന്നും അറിയാതെ ടോട്ടലി സ്ട്രെസ്സായി ഡിപ്രഷനായി അങ്ങനെ ഇരുന്ന സമയത്ത് നിങ്ങളാണ് ഇവരെ സപ്പോർട്ട് ചെയ്ത് ഈ സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് കൊണ്ടുവരാൻ സഹായിച്ചത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അവരുടെ ലൈഫിലുള്ള സപ്പോർട്ട് സിസ്റ്റമാണ്. നിങ്ങൾ സ്റ്റക്ക് സിറ്റുവേഷനിൽ ഇവർ തകർന്നിരുന്നപ്പോൾ ഇവരുടെ ചിന്തകൾ മാറി ഇവർക്കൊരു ദിശാബോധം ഉണ്ടാക്കി കൊടുത്ത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങളാണ്. ഇന്നത് ചെയ്യൂ എന്ന് നിങ്ങളൊരു മാർഗ്ഗനിർദ്ദേശം ചെയ്തു, അത് ഒരു സക്സസ്ഫുള്ളായി ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് മൂലമാണ്
അത് സാധിച്ചത് കേട്ടോ. ഇവരെ സപ്പോർട്ട് ചെയ്യാന്നുള്ള ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളതിന് വേണ്ടിയിട്ടാണ് അവരുടെ ലൈഫിൽ വന്നത്. ഓക്കെ, അവിടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഒന്നും എനിക്ക് കാണുന്നില്ല. അതായത് ഈ ജന്മത്തിൽ നിങ്ങൾ കണ്ടതാണ്. പക്ഷെ വെരി സ്ട്രോങ്, നിങ്ങളവരുടെ സ്ട്രോങ് സപ്പോർട്ടാണ്. തിരിച്ചുമാവാം കേട്ടോ. ഒരു നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അവരവരുടെ ലൈഫ് സിനാറിയോ എന്താണെന്നുള്ളത്. അത് വെരി സ്ട്രോങ് പില്ലർ ഓഫ് സപ്പോർട്ട് എന്ന് തന്നെ പറയാം. ഓക്കെ, കാരണം തീരെ ദിശാബോധം ഇല്ലാതെ ഇരുന്ന ഒരാളെ ഒരു പ്രോപ്പർ വഴിയിലെത്തിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു. അടുത്തത് ഡെവിൾ കാർഡാണ്. ഇത് ഡെവിൾ കാർഡ് എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, അതും ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനിൽ വരുന്നതാണ്. ഓക്കെ, പാസ്റ്റ് ലൈഫ് കണക്ഷൻ, പക്ഷെ കാർമിക് കണക്ഷൻ ആയിട്ടാണ് അത് കാണുന്നത്. കാർമിക് എന്ന് വെച്ചാൽ വെരി സിമ്പിൾ. നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ഏതെങ്കിലും ജന്മത്തിൽ ആരോടെങ്കിലും തെറ്റ് ചെയ്തു. ഓക്കെ, അതവരെ വളരെ വേദനിപ്പിച്ചു. അവർ ഈ ജന്മത്തിൽ അതിന് ഒരു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ ലൈഫിൽ ആ സംഭവം റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നിങ്ങളുടെ ലൈഫിലേക്ക് കണക്റ്റ് ആയിരിക്കുകയാണ്. ഓക്കെ, എന്ന് വെച്ചാൽ അന്ന് അവരനുഭവിച്ചത് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കണം എന്നുള്ള രീതിയിൽ ഒരു കണക്റ്റ് ആയിരിക്കുകയാണ്. അങ്ങനെയും റിലേഷൻസ് ഉണ്ട് കേട്ടോ. വെച്ചാൽ ഒരുപാട് കപ്പിൾസിൽ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും, ഒരാൾ മാത്രം അങ്ങോട്ട് സ്നേഹം കൊടുത്തുകൊണ്ടിരിക്കും, തിരിച്ച് ചിലപ്പോൾ ഇഗ്നോർ ചെയ്യുന്ന ഒരവസ്ഥയായിരിക്കും. ടോട്ടലി ഈവൻ കപ്പിളാണെങ്കിൽ പോലും, സ്പൗസ് ആണെങ്കിൽ പോലും അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. ഇഗ്നോർ ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ വിചാരിച്ചുള്ള അതൊരു കാർമിക് കണക്ഷൻ ആണെന്ന് കേട്ടോ. ഞാനിവിടെ ഇൻ്റർപ്രറ്റ് ചെയ്യും, നിങ്ങളുടെ പേഴ്സൺ ഒരു കാർമിക് കണക്ഷനിൽ പെട്ട് കിടക്കുകയാണ് ഇപ്പോൾ. ഓക്കെ, അതായത് ഇവർക്കൊരു തേർഡ് പാർട്ടി ഉണ്ട്. കാരണം ക്രോസ് റോഡ് സിറ്റുവേഷൻ അവിടെ വളരെ പ്രബലമായിട്ട് കാണുന്നുണ്ട്. ഇവർ എന്ന് വെച്ചാൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ചുമതല എന്നുള്ള രീതിയാണ്. ആ തേർഡ് പാർട്ടി കുറച്ചൊരു സെൽഫ് സെൻറ്റേർഡ് ആയിട്ടുള്ള, കുറച്ച് സെൽഫിഷ് ആയിട്ടുള്ള ആളാണ്. ഓക്കെ, അപ്പം ഭയങ്കര ടോക്സിക് ആയിട്ടൊരു റിലേഷൻഷിപ്പാണ് അവിടെ കാണുന്നത് കേട്ടോ. അതായത് ഈ തേർഡ് പാർട്ടിയുമായിട്ട് വളരെ ടോക്സിക് ആയിട്ടൊരു റിലേഷൻഷിപ്പാണ് കാണുന്നത്. ഇവർ ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ അവരുടെ ലൈഫിൽ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഏത് നെഗറ്റിവിറ്റി ലെവലിൽ വേണമെങ്കിൽ പോവാൻ റെഡിയാണ്. ഞാൻ പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ലൈക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ട് പോലും അവരുടെ ലൈഫിൽ പിടിച്ചു നിർത്താൻ ഉള്ള കാര്യങ്ങൾ അവർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്, അവരുടെ തേർഡ് പാർട്ടി. ഓക്കെ, ആ സമയത്ത് നിങ്ങളാണ് ഇവരുടെ ലൈഫിൽ ഒരു എംപ്രസ് സാന്നിധ്യമായിട്ട് വന്നത്. എംപ്രസ് സാന്നിധ്യം അറിയാമല്ലോ എന്താണെന്നുള്ളത്, ഒരു മദർലി കെയറാണ് കേട്ടോ. ഈവൻ നിങ്ങൾ സ്പൗസ് ആണെങ്കിലും അവരുടെ ഗേൾ ഫ്രണ്ടാണ്, ലവറാണ്, വോട്ടെവർ, ആ ഒരു കെയർ കൊടുക്കുമ്പോൾ നമുക്ക് അമ്മയെ ഓർമ്മ വരുന്ന, എൻ്റെ അമ്മ കെയർ ചെയ്യും പോലെ എന്ന് നമ്മൾ പറയില്ലേ, അത്രയും കെയർ നിങ്ങൾ ഇവർക്ക് കൊടുത്തിട്ടുണ്ട്, ധൈര്യം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങളെ കണ്ടാൽ മതി ഇവർക്ക് സമാധാനമാവാൻ എന്നുള്ള രീതി. ഓക്കെ, നേച്ചർ ചെയ്യാന്നൊക്കെ പറയില്ലേ, ഭയങ്കരമായിട്ട് കെയർ ചെയ്യുക. ഓക്കെ, പോസിറ്റിവിറ്റി കൊണ്ടുവരിക ഇവരുടെ ലൈഫിൽ. അതൊക്കെ ചെയ്തത് നിങ്ങളാണ്. നിങ്ങൾ അവരുടെ ലൈഫിലുള്ള ഒരു എംപ്രസ് സാന്നിധ്യമാണ്. നിങ്ങൾ ഇവർക്ക് സെൽഫ് വർത്ത് എന്താണെന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, സെൽഫ് വർത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി സെൽഫ് കോൺഫിഡൻസോടെ എണീറ്റ് നിൽക്കണം, ധൈര്യമായി പ്രവർത്തിക്കണം, നിങ്ങളുടെ കാര്യവും കൂടി ശ്രദ്ധിക്കണം എന്ന് നിങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞു കൊടുത്തു കേട്ടോ. തിരിച്ചുമായിരിക്കാം, നിങ്ങളൊരു ടോക്സിക് റിലേഷൻഷിപ്പിൽ പെട്ടിട്ടുണ്ടാവും, അവർ നിങ്ങൾക്ക് ഈ പറഞ്ഞ പാഠം പഠിപ്പിച്ച് തന്നതുമായിരിക്കാം. അങ്ങനെയും എടുക്കാം കേട്ടോ. ഇവിടെ എംപ്രസ് എന്ന് പറയുമ്പോൾ ആണാവാം പെണ്ണാവാം. ഓക്കെ, നിങ്ങൾ ഒരു സ്ത്രീ ആണെങ്കിൽ മറ്റേ സൈഡിൽ നിന്നുള്ളത് പുരുഷനായിരിക്കും. അങ്ങനെ അപ്പോൾ അങ്ങനെ സെൽഫ് വർത്തിൻ്റെ വാല്യൂ, സെൽഫ് റെസ്പെക്റ്റിൻ്റെ വാല്യൂ എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇവരുടെ ലൈഫിൽ വന്നത്. അതായത് ടോക്സിക് റിലേഷൻഷിപ്സ് ഒന്നും സഹിക്കരുത് എന്ന് നിങ്ങൾ ഇവരെ പഠിപ്പിച്ചു, ചുരുക്കി പറഞ്ഞ്. ഓക്കെ, അടുത്തതിൽ ഈ സെറ്റിൽ നമുക്ക് കാപ്രിക്കോൺ കുറച്ച് കൂടുതലായിട്ടുണ്ട്. അതേപോലെ എംപ്രസ്, ടോറസ് രാശിക്കാരും കുറെ കൂടുതലായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. കാപ്രിക്കോൺ പറയണ മകര രാശിയാണ്. അടുത്ത സെറ്റിൽ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്, ഡെത്ത്, ഓക്കെ, 5 ഓഫ് സ്വാർഡ്സ് ആൻഡ് 8 ഓഫ് പെൻറ്റക്കിൾസ്.
ഡെത്ത് വെച്ചിട്ട് സ്കോർപ്പിയോക്കാരാണ് കുറച്ച് കൂടുതലായിട്ട് അതിൽ കണക്റ്റ് ആയിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ ഒരു ഫൈനാൻഷ്യൽ ഹെൽപ്പ് ഇവർക്ക് വളരെ കാര്യമായിട്ട് ഇവർ തകർന്ന് നിന്ന സമയത്ത് ഒരു ഫൈനാൻഷ്യൽ ഹെൽപ്പുമായിട്ട് നിങ്ങൾ വന്ന് നിങ്ങൾ ഇവരുടെ ബിസിനസ് പാർട്ട്ണറായിരിക്കാം, അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട് ഇവർക്ക് ഒരു ബിസിനസ്സൊക്കെ തുടങ്ങുകയോ എന്തോ ഒരു, പക്ഷെ ഇവർ തകർന്ന് നിന്ന ഒരു സമയത്ത് ഒരു ഫൈനാൻഷ്യൽ ഹെൽപ്പ് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ചെറിയ ഹെൽപ്പല്ല, ഭയങ്കരമായി സപ്പോർട്ട് ചെയ്ത് നിർത്തി ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക്, ആ തകർച്ചയിൽ നിന്ന് ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് നിങ്ങൾ ഇവരെ കൊണ്ട് എത്തിച്ചു കേട്ടോ. അതായിരുന്നു നിങ്ങളുടെ നിയോഗം അവരുടെ ലൈഫിൽ. കാരണം അവർ ഇമോഷണലിയും തകർന്നിരിക്കുകയായിരുന്നു ആ സമയത്ത്. കാരണം എന്തെങ്കിലും വലിയ ലോസ് വല്ലതും വന്ന് കാണും, കടം കയറി കാണും, ബിസിനസ് തകർന്ന് കാണും, അങ്ങനെ എന്തോ ഒരു ബിഗ് ലോസ് ഫൈനാൻഷ്യലി അവർക്ക് വന്നിട്ടുണ്ടായിരുന്നു. വന്ന് തകർന്ന് നിന്ന സമയത്ത് ഇനി എന്ത് ചെയ്യണം, ആരുടെ അടുത്ത് പോകണം എന്നൊന്ന് ആലോചിച്ച് അവർ ആകെ പകച്ച് നിൽക്കുമായിരുന്നു. ആ സമയത്താണ് നിങ്ങൾ ഒരു ഹെൽപ്പുമായിട്ട് നിങ്ങൾ ഇവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് അത് എന്ത് റിലേഷനും ആവാം കേട്ടോ. ആ സമയത്ത് നിങ്ങളാണ് ഇവരെ താങ്ങി നിർത്തി സ്റ്റേബിലിറ്റിയിലേക്ക് കൊണ്ടുവന്നത് നിങ്ങളാണ്. ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് ഇവരെ പുഷ് ചെയ്തത് നിങ്ങളാണ്. അവിടെ ഫൈനാൻഷ്യൽ സപ്പോർട്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട് കേട്ടോ. ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ് പിന്നീട് ആ ഒരു നിങ്ങളോടുള്ള നന്ദി ഉണ്ടല്ലോ, അത് ഒരു അഡ്മിറേഷനായിട്ട് മാറി, അത് ഒരു സ്നേഹമായിട്ട് മാറിയതായിട്ടാണ് കണ്ടത്. ഇവരെ താങ്ങി നിർത്തുക എന്നുള്ളതായിരുന്നു നിങ്ങളുടെ നിയോഗം അവിടെ. ഓക്കെ, ഇവർക്ക് നിങ്ങളോട് ഇപ്പോഴും സ്നേഹം തന്നെയാണ്. ഓക്കെ, നിങ്ങളെ വിട്ടിട്ട് പോയിട്ടൊന്നുമില്ല. ഓക്കെ, നിങ്ങളോട് ആ സ്നേഹവും നന്ദി ഇപ്പോഴും അവർക്കുണ്ട്. നിങ്ങളെ ഭയങ്കര ഹൈ ലെവലിലാണ് ഇവരുടെ ലൈഫിൽ കാണുന്നത്. അതൊരു ബ്യൂട്ടിഫുൾ എനർജി തന്നെയാണ് കേട്ടോ. ഓരോ കേസും തിരിച്ചു എടുത്തോളണേ, വൈസ് വേഴ്സയും ആവാം, നിങ്ങളുടെ ലൈഫിൽ ഇത് നടന്നതാവാം, അവർ സപ്പോർട്ട് ചെയ്തതാവാം, അങ്ങനെയും എടുത്തോളണം. ഓക്കെ, അടുത്തത് വീണ്ടും ഒരു ഫൈനാൻഷ്യൽ പ്രോബ്ലം തന്നെയാണ് അവിടെയും കാണുന്നത്. 5 ഓഫ് പെൻറ്റക്കിൾസ് പറയുമ്പോൾ ഒന്നുകിൽ ഒരു ഹെൽത്ത് ഇഷ്യൂ, ഒരു ആക്സിഡൻറ്റ് പറ്റി ഇവർ ഒന്ന് ഹോസ്പിറ്റലിലാവുകയോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു റിജക്ഷൻ ഒക്കെ കിട്ടിയിട്ട് അത് ജോബിലാവാം, അല്ലെങ്കിൽ ജോബ് പോയ സമയമായിരിക്കും, ജോബിൽ ഒരു പിരിച്ചുവിടലൊക്കെ ഫേസ് ചെയ്ത് നിൽക്കുന്ന സമയമായിരിക്കും. കാരണം ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റി അവിടെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂ. ഓക്കെ, എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് പറ്റുകയോ അല്ലെങ്കിൽ ഒരു വീഴ്ച പറ്റുകയോ ഒരു പരിക്ക് പറ്റിയിട്ട് ഇവർ സഫർ ചെയ്തിരിക്കുന്ന സമയം, അപ്പോൾ ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റി വന്നു. അപ്പോൾ നിങ്ങളാണ് അത് അറിഞ്ഞ് മുൻകൈ എടുത്ത് ഇവരെ ഹെൽപ്പ് ചെയ്ത് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് കൊണ്ടുവരണം. ഇവർ പകച്ചു നിൽക്കുമായിരുന്നു, എങ്ങനെ മുന്നോട്ട് പോകണം, ആരുടെ അടുത്ത് പോകണം, എങ്ങനെ ഹെൽപ്പ് ചെയ്യണം എന്നൊന്നും ഓവർ തിങ്കിങ്ങിലൊക്കെ ഇരുന്ന സമയമായിരുന്നു. നിങ്ങളിത് അറിഞ്ഞ് ഒരു പുതിയ തുടക്കത്തിലേക്ക് ഇവരെ എത്തിച്ചു കേട്ടോ. നിങ്ങൾ ഫൈനാൻഷ്യൽ ഹെൽപ്പ് ഇവർക്ക് ചെയ്തിട്ടുണ്ട്, ഫൈനാൻഷ്യൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, മെഡിക്കൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സണ്. അതിൻ്റെ ആ ഒരു ബന്ധമാണ്. പിന്നീട് നിങ്ങൾ ഈവൻ ഒരു ഡോക്ടറായിരിക്കാം കേട്ടോ. നിങ്ങൾ ഡോക്ടർ, നഴ്സ്, മെഡിക്കൽ റിലേറ്റഡ്, ഓക്കെ, ലാബിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെ ഫിസിയോതെറാപ്പിസ്റ്റ്, അങ്ങനെ എന്തും ആവാം. ഓക്കെ, ആ ഒരു ഹെൽപ്പും നിങ്ങൾ കൊടുത്തതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഒരു മെഡിക്കൽ ഹെൽപ്പ് കാണുന്നുണ്ട്, ഫൈനാൻഷ്യൽ ഹെൽപ്പ് അവിടെ കാണുന്നുണ്ട്, ഇമോഷണൽ കണക്ടിവിറ്റി അവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു മിസ്സിങ് എനർജി കാണുന്നുണ്ട്. മേ ബി ഈ ഒരു ഫൈനാൻഷ്യൽ പ്രോബ്ലം കാരണം തൽക്കാലം നിങ്ങളൊന്ന് വിട്ട് നിൽക്കുകയാണോ എന്നും എനിക്ക് അവിടെ ഒരു ഫീലിംഗ് വരുന്നുണ്ട്. കാരണം ഒരു മിസ്സിങ് എനർജി അവിടെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഇവർക്ക് മനസ്സിൽ നിങ്ങളോട് ഇഷ്ടമുണ്ട്, പക്ഷേ നിങ്ങൾ ഇവരെക്കാളും ഹൈ ലെവലിലാണ്. ഓക്കെ, സ്റ്റാറ്റസ് റിലേറ്റഡ്, ഫൈനാൻഷ്യൽ റിലേറ്റഡ് നിങ്ങൾ ഇവരെക്കാളും ഹൈ ലെവലിലാണ്. അപ്പോൾ ഇവരുടെ ഇഷ്ടം എങ്ങനെ പറഞ്ഞാൽ ഒരു റിജക്ഷൻ വരുമോ എന്നുള്ള ഭയവും ആവാം, അതിൻ്റെ ഓവർ തിങ്കിങ്ങും ആയിരിക്കാം അവിടെ കാണുന്നത്. ഓക്കെ, ഒരു പ്രോപ്പർ റിലേഷനിൽ ഈ ബന്ധം എത്തിയിട്ട് മനസ്സിൽ ഇഷ്ടമുണ്ട്, നിങ്ങൾക്കും ഇഷ്ടമുണ്ട്, അവർക്കും ഇഷ്ടമുണ്ട്. നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ മൂലം നിങ്ങളിത് തുറന്ന് പറഞ്ഞിരിക്കാൻ, നിങ്ങളോ അവരോ തുറന്ന് പറഞ്ഞിരിക്കാൻ സാധ്യതയില്ല. പക്ഷേ നിങ്ങളെ പ്രതി ഹൈ റെസ്പെക്റ്റാണ് ഇവർക്ക്. ഓക്കെ, നിങ്ങൾ അവർക്ക് ഔട്ട് ഓഫ് റീച്ചാണ് എന്നൊരു ചിന്തയാണ് അവരെ സ്റ്റോപ്പ് ചെയ്യുന്നത് കേട്ടോ. പക്ഷേ ഇവർ നിങ്ങളെ ഓൺലൈൻ സ്റ്റോക്ക് ചെയ്യാറുണ്ട്. നിങ്ങളുടെ വേറെ അബൌട്ട്സ്, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒന്നുകിൽ ഓൺലൈനിൽ അല്ലെങ്കിൽ ഇവരുടെ ഒരു കോമൺ ഫ്രണ്ട് വഴി ഇവർ കറക്റ്റായിട്ട് നിങ്ങളെ
സ്റ്റോക്കിംഗ് എന്നുള്ളത് അവിടെ കാരണം പ്രബലമായിട്ട് നിങ്ങളുടെ സകല കാര്യങ്ങളും ഇവർ അപ് ടു ഡേറ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കാറുണ്ട്, നിങ്ങളും ചെയ്യാറുണ്ടായിരിക്കും. ഓക്കെ, അടുത്ത ഗ്രൂപ്പിലേക്ക് പോകാം. അവിടെ എനിക്ക് ഒരു ഇതും കൂടെ ക്ലാരിഫൈ ചെയ്യണം. ക്ലാരിഫൈ 10 of Wands. Why is 10 of Wands here? Okay, 7 of Pentacles. Give me why, please clarify 4 of Cups. Clarify 4 of Cups. Queen of Wands. Okay. അതായത് ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഇവർക്ക് മനസ്സിൽ നിങ്ങളോട് ഭയങ്കര സ്നേഹമാണ്. ഓക്കെ, ഹൈലി അട്രാക്റ്റഡ് ആണ്. കാരണം നിങ്ങൾ ഭയങ്കര ഒരു കോൺഫിഡൻറ്റ് പേഴ്സൺ ആണ്. എല്ലാ കാര്യങ്ങളും വളരെ ക്ഷമയോടെ ഹാൻഡിൽ ചെയ്യുന്ന ആളാണ് എന്നൊക്കെ ഇവർക്ക് അഭിപ്രായമുണ്ട്. നിങ്ങൾ കാണാനും നല്ലൊരാളാണ്. ഇവർ ഭയങ്കര അട്രാക്റ്റഡ് ആണ് നിങ്ങളുമായിട്ട് കേട്ടോ. അട്രാക്ഷൻ മാത്രമല്ല, സ്നേഹമാണ് അവിടെ. സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു പരിധി കൂടുതലുള്ള സ്നേഹം, അത്രയും സ്നേഹമാണ്. പക്ഷേ ഇവരൊരു വെയിറ്റിംഗ് പീരീഡിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം ഫിയർ ഓഫ് റിജക്ഷൻ ആണ് കേട്ടോ. അവിടെ ഇവർക്ക് പേടിയാണ്, നിങ്ങളുടെ അടുത്ത് സ്നേഹം തുറന്ന് പറഞ്ഞാൽ നിങ്ങൾ റിജക്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു ഭയമായിട്ടാണ് അവിടെ കാണുന്നത്. ഓക്കെ, പക്ഷെ നിങ്ങളെ പറ്റിയിട്ട് തന്നെ ഇങ്ങനെ കോൺസ്റ്റൻ്റ്ലി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടുത്തെ കണക്ഷൻ എന്താണ് വരാൻ കാരണം എന്ന് വെച്ചാൽ ഇവർ ഫൈനാൻഷ്യലി സ്റ്റക്കായി നിന്ന സമയത്ത് നിങ്ങളുടെ ഒരു ഹെൽപ്പ് ചെറിയ രീതിയിലെങ്കിലും ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇവർ തളർന്ന് നിൽക്കായിരുന്നു ഒരു സിറ്റുവേഷനിൽ. അവിടെ നിങ്ങൾ ക്ഷമാപൂർവം ഇവർക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫൈനാൻഷ്യൽ സപ്പോർട്ട് തന്നെയാണ് അവിടെ കൂടുതലായിട്ടും കാണുന്നത് കേട്ടോ. ഒരു എന്താ പറയുക, അവർ സ്റ്റക്കായി നിന്ന സമയത്ത് നിങ്ങൾ ക്ഷമാപൂർവം ഇവരെ ഹാൻഡിൽ ചെയ്ത് ഇവർക്ക് ഒരു ദിശാബോധം ഉണ്ടാക്കി കൊടുത്തു എന്ന് തന്നെയാണ് അവിടെ കാണുന്നത്. ഇവർക്ക് ഓൾറെഡി നിങ്ങളോട് ഇഷ്ടം ഉണ്ടായിരുന്നു. നിങ്ങൾ ഈ സപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് ഇവർക്ക് ഓൾറെഡി നിങ്ങളോട് ഇഷ്ടം ഉണ്ടായിരുന്നു. നിങ്ങൾക്കും ഇഷ്ടമുള്ളതായിട്ട് തന്നെയാണ് അവിടെ കാണുന്നത്. ഈസ് ഓഫ് കപ്സ് ആൻഡ് ക്വീൻ ഓഫ് വോൺസ് പറയുമ്പോൾ രണ്ട് സൈഡിലും നമുക്ക് ഇഷ്ടമുണ്ട് എന്ന് തന്നെ എടുക്കേണ്ടി വരും. ഇവർക്ക് തുറന്ന് പറയാനുള്ള ഭയം. അവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഈസ് ദർ എ Divine, please clarify. Is there a third party there? Why are they not confessing? Why they are not confessing? Is there a third party there? Why did my viewer come into their life? പ്രാക്ടിക്കാലിറ്റി മൂലമാണ്. അവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട് കേട്ടോ. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒന്നും കണ്ടിരുന്നില്ല നേരത്തെ ഫൈനാൻഷ്യൽ സപ്പോർട്ടിൻ്റെ അവിടെ. ഇവിടെ എന്ന് വെച്ചാൽ അവിടെ ഒരു തേർഡ് പാർട്ടിയുടെ പ്രസൻസ് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിൽ മേജർ കാസ്റ്റ്, കൾച്ചർ, റിലിജൻ അങ്ങനെ എല്ലാം ഡിഫറൻസസും കാണുന്നുണ്ട്. ഇതെല്ലാം ഇവരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ ഫോഴ്സ് ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾ ഇവരുടെ ലൈഫിൽ വന്ന പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഇവർ തകർന്നു നിന്ന സമയത്ത് ഫൈനാൻഷ്യലി ഇവർ ഒരു പ്രശ്നത്തിൽപ്പെട്ട് കിടക്കുന്ന അവിടെ ക്ഷമാപൂർവം സ്നേഹത്തോടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഇവരെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത് നിങ്ങളാണ്. നിങ്ങളോട് ഇൻ ദ പ്രോസസ്സ് അവർക്ക് നിങ്ങളോട് ഭയങ്കര സ്നേഹം ആവുകയും ചെയ്തു. പക്ഷേ പ്രാക്ടിക്കലായിട്ട് അവർ നോക്കുമ്പോൾ അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. അത് നിങ്ങളോട് അവർ ഇഷ്ടം തുറന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരിക്കും എന്ന് ഇവർക്ക് ഭയമുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് പറയാത്തത്. ഇവരുടെ ലൈഫിൽ വന്നതിൻ്റെ കാര്യം ഇവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു. ഇവർക്ക് ഒരു ഫൈനാൻഷ്യൽ സപ്പോർട്ട് കൊടുത്ത് ഇവരെ താങ്ങി നിർത്തുക എന്നുള്ളതായിരുന്നു ഡിവൈൻ നിങ്ങളെ തമ്മിൽ മീറ്റ് ചെയ്യിക്കാനുണ്ടായ കാരണം. ഒരു സ്നേഹബന്ധം അവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് അവരോട് ഇഷ്ടം തന്നെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. ഇനി ലാസ്റ്റ് സെറ്റ് ഓഫ് കാർഡ്സ്, അതിനകത്ത് സ്ട്രെങ്ത്. ഈ ഗ്രൂപ്പുകാരിൽ മേടരാശിക്കാരും ടോറസ് ഏരീസ് രാശിക്കാരും കുറച്ച് കൂടുതലായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അതേപോലെ ലാസ്റ്റ് സെറ്റ് ഓഫ് കാർഡ്സിൽ ലിയോ ചിങ്ങ രാശിക്കാർ കുറേ കൂടുതലായിട്ടുണ്ട്. അവിടെ വന്നത് സ്ട്രെങ്ത്, പേജ് ഓഫ് കപ്സ്, പേജ് ഓഫ് വാൻഡ്സ് ആൻഡ് 8 of swords. ഒന്ന് ക്ലാരിഫൈ ചെയ്യട്ടെ. Divine, please clarify this set of cards. Why did universe let my viewers connect with these people? What is the purpose? Please tell me. It's not clear for me.
9 of Wands. One more card, please, Divine. Hierophant. Okay. ഇവിടെ ഇവരുടെ പ്രശ്നം, ഇവരുടെ ഫാമിലി ഒരു തടസ്സമായിട്ട് ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. കാരണം ഇവർ മാരീഡ് ആയിട്ടാണ് കാണുന്നത്. സമൂഹത്തിലെ ഒരു നിലയും വിലയും സ്റ്റാറ്റസും ഒക്കെ കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. ട്രഡീഷണലി ആലോചിക്കുന്ന ആൾക്കാരാണ്. റിലിജനൊക്കെ മുറുകെ പിടിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ. ഒരു 10 പേര് ഇവരുടെ അടുത്ത് വന്ന ഉപദേശങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനത്തെയൊക്കെയുള്ള ഒരാളാണ് ഇവർ. പക്ഷേ ഇതെല്ലാം ഉണ്ടെങ്കിലും ഒരു ചെറിയ ഇമ്മച്യൂരിറ്റി അവിടെ കാണുന്നുണ്ട്. കുട്ടിത്തം ചില സമയത്ത് ഇമ്പൾസീവായിട്ട് കാര്യങ്ങൾ ചെയ്യും. ആലോചിക്കാതെ എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഇവർക്ക് കാണുന്നുണ്ട് കേട്ടോ, ചില സമയത്ത്. പക്ഷേ അങ്ങനെ പോയിട്ട് എന്തെങ്കിലും കുഴപ്പത്തിൽ ചാടും, എന്തെങ്കിലും പ്രവർത്തിക്കും, പറയും, എന്നിട്ട് കുഴപ്പത്തിൽ പോയി ചാടും, ഒരു റെസ്ട്രിക്ഷനിൽ പോയി പെടും. അവിടെയൊക്കെ നിങ്ങളാണ് ഇവരെ ക്ഷമയോടെ ഈ സിറ്റുവേഷനിൽ നിന്നൊക്കെ പുറത്ത്. കാര്യം ഭയങ്കര പുറമേക്ക് കാണുമ്പോൾ ഇവർ ഭയങ്കര മെച്ചുവറാണ്, പ്രാക്ടിക്കലാണ് എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കുട്ടിത്തം സൂക്ഷിക്കുന്ന ആൾക്കാരാണ് ഇവർ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ചില സമയത്ത് എടുത്ത് ചാടി ഓരോ ദേഷ്യം കൂടുതലുള്ളവരായിരിക്കാം. അപ്പോൾ എടുത്ത് ചാടി എന്തെങ്കിലും പറയും, പ്രവർത്തിക്കുകയൊക്കെ ചെയ്യും, എന്നിട്ട് ഒരു സിറ്റുവേഷനിൽ പോയി പെടും. ആ സിറ്റുവേഷനിൽ നിന്നൊക്കെ നിങ്ങളാണ് ക്ഷമാപൂർവ്വം ഇവരെ പുറത്ത് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അവിടെയും സപ്പോർട്ട് തന്നെയാണ് കാണുന്നത്, തിരിച്ചുമാവാം. ഓക്കെ, സപ്പോർട്ട് തന്നെ മേജറായിട്ട് പരസ്പരം സപ്പോർട്ട് ചെയ്യാൻ. ഞാൻ ആ തുടക്കത്തിൽ തന്നെ പറഞ്ഞില്ലേ, ഇതിനകത്ത് സപ്പോർട്ട് സിസ്റ്റമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കാണുന്നത്. ഒരു ഗ്രൂപ്പിന് ഫൈനാൻഷ്യൽ സപ്പോർട്ടായിരുന്നു, മറ്റ് ചിലർക്ക് ടോട്ടലി ഇമോഷണൽ സപ്പോർട്ടാണ് കാണുന്നത്. ഓക്കെ, എനിക്ക് തോന്നുന്നു യൂണിവേഴ്സ് എപ്പോഴും ഒരു കപ്പിളിനെ മീറ്റ് ചെയ്യിക്കുമ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ, ഒരു പരസ്പരം കംപ്ലീറ്റ് ചെയ്യാനായിരിക്കുമല്ലോ രണ്ടുപേരെ മീറ്റ് ചെയ്യിക്കുന്നത്. ഞാൻ എന്തുകൊണ്ട് ആണ് സെപ്പറേഷൻ വന്നത് എന്നുള്ളത് ഞാൻ ഇത് കഴിഞ്ഞ് ചോദിക്കും കേട്ടോ. കാരണം പരസ്പരം സപ്പോർട്ട് ചെയ്യാനാണെന്ന് ഇവിടെ എനിക്ക് ഇത്രയും കാർഡ്സിൽ അങ്ങനെ തന്നെയാണ് കണ്ടത്. പക്ഷെ ചിലർക്കെങ്കിലും എന്തുകൊണ്ട് സെപ്പറേഷൻ വന്നു എന്ന് നമുക്കറിയണ്ടേ, അത് നമുക്ക് ചോദിക്കാം. ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട് കേട്ടോ. ഹെറോഫൻറ്റിൻ്റെ കാർഡ് വന്നുകൊണ്ട് ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. അവർ കൊടുക്കാത്ത സപ്പോർട്ട് നിങ്ങളാണ് ഇവർക്ക് കൊടുത്തിട്ടുള്ളത്. അതായത് ഇവരുടെ സ്പൗസിന് അടുത്തുനിന്ന് ഇവർക്ക് കിട്ടാത്ത സപ്പോർട്ട് നിങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ടാണ് ഇവർക്ക് നിങ്ങളോട് സ്നേഹം ഉണ്ടാവാൻ കാര്യം കേട്ടോ. ഇനി ഞാൻ ചോദിക്കാൻ പോകുന്ന, വൈ ഡിഡ് ദ യൂണിവേഴ്സ് സെപ്പറേറ്റ് യു? നിങ്ങൾ ഒരുമിച്ചല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സെപ്പറേഷൻ വന്നതെന്നത് എനിക്കറിയണം. ഡിവൈൻ, പ്ലീസ് ടെൽ മീ. These people seem to be supporting each other beautifully, all of them. Then why are some of them separated? എന്തുകൊണ്ടാണ് ചിലർക്കെങ്കിലും ഒരു സെപ്പറേഷൻ വന്നത്? ഇവർ പരസ്പരം ഭയങ്കര നന്നായി സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് ചിലർക്കെങ്കിലും ഒരു സെപ്പറേഷൻ അവിടെ വരാൻ കാര്യം? എന്താണ് ഡിവൈൻ അവരുടെ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്? എന്തിനാണ് ഇവർക്ക് ഈ വേദന കൊടുക്കുന്നത്? ഇത്രയും സപ്പോർട്ട് ചെയ്തിട്ടും എന്തുകൊണ്ട് ഇവർ ചിലരെങ്കിലും പിരിഞ്ഞിരിക്കുന്നു? പേജ് ഓഫ് സ്വാർഡ്സ്. ചിലർക്ക് ഒരു പഠിത്തം എല്ലാം കാര്യങ്ങൾ മൂലം വിട്ടിരിക്കേണ്ട സിറ്റുവേഷനാണ്. അവിടെ ഫൈനാൻഷ്യൽ പ്രോബ്ലം തന്നെയാണ് കാണുന്നത്. കിങ് ഓഫ് കപ്സ്. സ്നേഹം മനസ്സിലുണ്ടെങ്കിലും ആക്ഷൻ എടുക്കാതിരിക്കുന്ന സ്ഥിതി. 7 ഓഫ് വാൺസ്. നിങ്ങളുടെ സ്നേഹം സപ്പോർട്ടെല്ലാം മനസ്സിലാക്കിയിട്ടും അതിന് നേരെ മനഃപൂർവ്വം ഇവർ മുഖം തിരിച്ചിരിക്കുന്ന സ്ഥിതി. നൈറ്റ് ഓഫ് വാൺസ്. ചിലർക്കെങ്കിലും ആക്ഷൻ വരുന്നുണ്ട്. അവർ സെപ്പറേറ്റഡ് ഒന്നുമല്ല, ഇവർ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് വരുന്നുണ്ട് എന്നും കാണിക്കുന്നുണ്ട്. എല്ലാവരും സെപ്പറേറ്റഡ് ഒന്നും അല്ല അവിടെ. 2 ഓഫ് കപ്സ്. ചിലർക്കെങ്കിലും റീയൂണിയൻ തീർച്ചയായിട്ടും വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ട് ഇരിക്കേണ്ടവരല്ല, നിങ്ങൾക്ക് റീയൂണിയൻ വരുന്നുണ്ട്. ഹൈ പ്രീസ്റ്റസ്. ചിലരുടെ ഇടപെടലുകൾ മൂലം, അതായത് നെഗറ്റിവിറ്റി ഉള്ളത് മൂലം, ചിലരുടെ ഫാമിലിയുടെ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഇവരെ നിങ്ങളെ ഒന്നു ചേരുന്ന ഇഷ്ടമില്ലാത്ത ഒരു മൂന്നാമതൊരാളുടെ ഇടപെടൽ മൂലം ഒരു നെഗറ്റിവിറ്റി കാരണം നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ട് ഇരിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഒരു സ്പെൽ, ബ്ലാക്ക് മാജിക് അങ്ങനെയൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്.
ചിലർക്ക് ലോങ് ഡിസ്റ്റൻസ് മൂലം അവരുടെ ജോലി മൂലം ഫോഴ്സ്ഫുള്ളി നിങ്ങളായിട്ട് സെപ്പറേറ്റഡ് ആയിട്ട് ഇരിക്കേണ്ട ഒരു സ്ഥിതിയാണ്. അവിടെ മാനസികമായിട്ടുള്ള സെപ്പറേഷൻ അല്ല കാണുന്നത്, ഫിസിക്കൽ ഡിസ്റ്റൻസ് ആണ് കാണുന്നത്. ചിലർക്ക് ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് മൂലം അവരുടെ റെസ്പോൺസിബിലിറ്റീസ് മൂലം നിങ്ങളുടെ സ്നേഹത്തിന് നേരെ കണ്ണടയ്ക്കേണ്ട ഒരു സ്ഥിതി കാണുന്നുണ്ട്. അവിടെയും അത് തന്നെയാണ്. ഇമോഷണലി നിങ്ങളുമായിട്ട് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആണെങ്കിലും അവിടെ ഫൈനാൻസ് ആണ് ഒരു വലിയ ഇഷ്യൂ ആയിട്ട് വന്നിരിക്കുന്നത്. ഇവർ ഡിപ്പെൻഡൻ്റ് ആണ് ആരുടെയോ മേലെ, അതായത് പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇവർ ആരുടെയോ മേലെ ഡിപ്പെൻഡൻ്റ് ആണ്. അവിടെ നിന്ന് ഒരു ഇൻഡിപെൻഡൻസ് വന്നാൽ മാത്രമേ, ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വന്നാൽ ഇവർ മുന്നോട്ട് വരും എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. ചിലർക്ക് ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവിടെ ഉണ്ട്. അവിടെ ആ തേർഡ് പാർട്ടി ഭയങ്കര സ്ട്രോങ് ആണ്. അതുകൊണ്ടും നിങ്ങളുടെ അടുത്ത് മുഖം തിരിച്ചിരിക്കേണ്ട ഒരു സ്ഥിതിയാണ് കാണുന്നത്. 2 കാർഡ് കൂടെ എടുക്കാം. ചിലരെങ്കിലും സെപ്പറേറ്റഡ് ആണെങ്കിലും ഒരു ഹീലിംഗിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഈ കൂട്ടർ എത്രയും വേഗം ഹീൽ ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലർ ഡിവൈനിനെ എല്ലാം ഏൽപ്പിച്ചിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, അങ്ങനെയും ഉണ്ട്. പക്ഷേ കൂടുതൽ പേരും ഹീൽ ചെയ്ത് നിങ്ങളുടെ ഹീലിങ്ങിലും വർക്ക് ചെയ്യൂ കേട്ടോ. നിങ്ങളുടെ ഹീലിങ്ങിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യൂ. അത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ റിഫ്ലക്റ്റ് ആയിക്കോളും. ലാസ്റ്റ് കാർഡ്, ഫൈനാൻസസ് സേവിങ്സ് അതിലൊക്കെ തന്നെ ഫോക്കസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ചിലർ അതുമൂലമാണ് നിങ്ങൾക്ക് നേരെ മുഖം തിരിച്ചിരിക്കുന്നതായിട്ട് കാണുന്നത്. ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റി എന്ന് പറയുന്ന ഒരു വലിയ വിഷയം തന്നെയാണ് അല്ലേ. നിങ്ങളെ അവർക്ക് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അവർക്ക് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വേണം. അതില്ലാതെ എങ്ങനെ നിങ്ങളെ ജീവിതത്തിലേക്ക് കൂട്ടും എന്നുള്ളൊരു ചിന്തയൊക്കെ ഇവരെ അലട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെയും നിങ്ങളുടെയും കണക്ഷൻ, റീസൺ. അതേപോലെ എന്തുകൊണ്ട് അവർ നിങ്ങളായിട്ട് ഒരു ഫൈനൽ കമ്മിറ്റ്മെൻറ്റിൽ വരുന്നില്ല എന്ന് നമ്മൾ നോക്കി അല്ലേ. ലിങ്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പിൻ്റെ ഓപ്ഷൻ ആക്ടിവേറ്റ് ആയിട്ട് വരുന്നവർ ദയവേത് ഹൈപ്പും കൂടെ ഒന്ന് ചെയ്തേക്കുക കേട്ടോ. വേറെ എന്താണ്, വേറെ നിങ്ങളെല്ലാം കമൻസൊക്കെ ഞാൻ വായിക്കാറുണ്ട്, എല്ലാം ഞാൻ നോക്കാറുണ്ട്. ചിലതിനൊക്കെ ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട്. ഇത് എത്ര നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അതിന് ഒരുപാട് താങ്ക്സ്. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ വേറെ റീഡിങ്സുമായിട്ട് നമുക്ക് ഇനിയും കാണാം. എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫായിരിക്കുക, ദൈവവുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക കേട്ടോ. ഹീലിങ്ങിലേക്ക് കുറച്ച് ഫോക്കസ് ചെയ്യുക. ഞാൻ വീണ്ടും പറയുകയാണ്, മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ കുറച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ശരി, വീണ്ടും നമുക്ക് കാണാം.